മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി എത്തിയതു മുതൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഷ്ടകാലം വിടാതെ പിന്തുടരുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പരസ്യമായ രഹസ്യം. ക്യാപ്റ്റൻസിയിലെടുത്ത പല തീരുമാനങ്ങളും പാളിയതിനൊപ്പം ബാറ്റിംഗിലും ബോളിംഗിലും ഫോം കണ്ടെത്താൻ സാധിക്കാതിരുന്നത് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കി. ആദ്യ 6 കളികളിൽ 4ലും തോറ്റിരുന്ന മുംബൈ ഇന്ത്യൻസ് ഇന്നലെ നടന്ന ആവേശകരമായ കളിയിൽ പഞ്ചാബ് കിങ്സിനെ വീഴ്ത്തുകയായിരുന്നു. എന്നാൽ അത് പിന്നാലെ മുംബൈ നായകൻ ഹാർദിക്കിന് മറ്റൊരു തിരിച്ചടിയും നേരിടേണ്ടി വന്നു. IPL-ൽ മുംബൈ ഇന്ത്യൻസ് ഇന്നലെ 3ാം ജയം സ്വന്തമാക്കി. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ 9 റൺസിന്റെ ജയമാണ് മുംബൈ സ്വന്തമാക്കിയത്. ഇതോടെ പോയിന്റ് പട്ടികയിൽ 7ാമതെത്താനും മുംബൈക്ക് സാധിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യയെ കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നതിനിടയിലാണ് മുംബൈക്ക് ജയമെത്തിയത്. ബാറ്റിംഗിൽ 6 പന്തിൽ 10 റൺസ് എടുത്ത പാണ്ഡ്യയെ നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ ബൌളിംഗിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം താരം പുറത്തെടുക്കുകയായിരുന്നു. 4 ഓവറിൽ 33 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടാൻ ഹാർദിക്കിനായി. T20 ലോകകപ്പ് നടക്കാനിരിക്കെ ഹാർദിക് വീണ്ടും പന്തെറിഞ്ഞു തുടങ്ങിയത് ഇന്ത്യൻ ടീമിന് ആശ്വാസമാണ്. പന്തെറിയുന്നില്ലെങ്കിൽ ഹാർദിക്കിനെ ടീമിലെടുക്കേണ്ടെന്നുള്ള അഭിപ്രായം ക്രിക്കറ്റ് വിദഗ്ധർക്കിടയിലും ആരാധകർക്കിടയിലും ഉണ്ടായിരുന്നു. ഇതിനിടെ മറ്റൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഹാർദിക്. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ ഓവർ നിരക്കിൽ വരുത്തിയ വീഴ്ചയാണ് മുംബൈ നായകന് പണി വാങ്ങിക്കൊടുത്തത്. നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന മുംബൈ നായകന് 12 ലക്ഷം രൂപയാണ് പിഴ ലഭിച്ചിരിക്കുന്നത്. ഈ സീസണിൽ ഇതാദ്യമായാണ് മുംബൈ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയത്. അതുകൊണ്ട് തന്നെ പിഴത്തുക 12 ലക്ഷത്തിൽ ഒതുങ്ങി. ഇനിയും ആവർത്തിച്ചാൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും. നേരത്തെ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ, ഡൽഹി ക്യാപിറ്റൽസിന്റെ ഋഷഭ് പന്ത്, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശുഭ്മാൻ ഗിൽ എന്നിവർക്കും കുറഞ്ഞ ഓവർ നിരക്കിന് പിഴയടക്കേണ്ടി വന്നിരുന്നു. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്ക് മൂലം അവസാന 2 ഓവറുകളിൽ ഒരു അധിക ഫീൽഡറെ ഇന്നർ സർക്കിളിനുള്ളിൽ നിർത്തിയാണ് മുംബൈ ഇന്ത്യൻസ് പന്തെറിഞ്ഞത്. എന്നിട്ടും വിജയം നേടാനായി എന്നത് അവർക്ക് ഇരട്ടി സന്തോഷം നൽകുന്നുണ്ട്. അതേസമയം 2024 സീസൺ IPL-ൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ സീസണിൽ ഇതുവരെ കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 7 കളികളിൽ ആകെ 141 റൺസ് മാത്രമാണ് ഈ സ്റ്റാർ ഓൾറൗണ്ടറുടെ സമ്പാദ്യം. ബോളിംഗിലും ദയനീയമാണ് കാര്യങ്ങൾ. ആകെ 4 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കാത്ത അദ്ദേഹത്തിന്റെ എക്കോണമി 11ആണ്. പഞ്ചാബ് കിങ്സിനെതിരായ IPL പോരാട്ടത്തിന് പിന്നാലെ മുംബൈ താരങ്ങളുടെ വീഡിയോ ആരാധകർ ചർച്ചയാക്കിയിരുന്നു. രോഹിത് ശർമ്മയെ നായക സ്ഥാനത്തു നിന്ന് മാറ്റിയ ശേഷം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഹാർദിക് പാണ്ഡ്യയെ പിന്തുണയ്ക്കുന്നവരുമായി ടീം അംഗങ്ങൾ 2 വിഭാഗമായി തിരിഞ്ഞെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഈ വിവാദം സ്ഥാപിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ പുതിയ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. അവസാന ഓവർ എറിയാനെത്തിയ ആകാശ് മദ്വാൽ ഫീൽഡിൽ സെറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സംസാരിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സമയത്ത് പഞ്ചാബ് കിങ്സിന് ജയിക്കാൻ 6 പന്തിൽ 12 റൺസാണ് വേണ്ടിയിരുന്നത്. അവസാന വിക്കറ്റാണെങ്കിലും കഗിസോ റബാദ ക്രീസിലുള്ളപ്പോൾ ജയം പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു പഞ്ചാബ്. ഈ സമയത്താണ് ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിനെ ചൊല്ലി രോഹിത്തും മദ്വാളയും തമ്മിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ മദ്വാൾ ഹാർദിക് പാണ്ഡ്യയോട് ഒന്നും സംസാരിക്കുകയോ അഭിപ്രായം തേടുകയോ ചെയ്തിരുന്നില്ലെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. റബാദ റണ്ണൌട്ടായതോടെ പഞ്ചാബ് 183 റൺസിന് പുറത്താവുകയും മുംബൈ 9 റൺസിന് വിജയം നേടുകയും ചെയ്തിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 197 റൺസാണ് അടിച്ചത്. സീസണിലെ പാതി മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ 7ാമതാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ സ്ഥാനം. 3 വിജയങ്ങളും 4 പരാജയങ്ങളും അക്കൗണ്ടിലുള്ള മുംബൈയുടെ പോക്കറ്റിൽ 6 പോയിന്റാണുള്ളത്. ഈ മാസം 22-ന് രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത മത്സരം. ഈ സീസണിലെ ഉജ്ജ്വല ഫോമിലുള്ള സഞ്ജുവിന്റെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ടീമാണ്. ഈ സീസണിൽ മുൻപ് രാജസ്ഥാനെതിരെ കളിച്ചപ്പോൾ മുംബൈ ഇന്ത്യൻസ് തോൽവി നേരിട്ടിരുന്നു. അതിന് കണക്ക് തീർക്കുന്ന എന്ന ലക്ഷ്യവും ഈ കളിയിൽ മുംബൈക്കുണ്ട്.